ഭൂമിശാസ്ത്രപരമായി അമേരിക്കൻ തീരത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ക്യൂബയും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ശീതയുദ്ധകാലത്തെ മിസൈൽ പ്രതിസന്ധി മുതൽ തുടങ്ങിയ ഈ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ വീണ്ടും അതിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കരീബിയൻ കടലിലേക്ക് അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സും യുദ്ധക്കപ്പലുകളും പ്രവേശിച്ചതോടെ ഈ മേഖലയിൽ വീണ്ടും ഒരു സൈനിക നീക്കത്തിനുള്ള സാധ്യതകൾ സജീവമായിരിക്കുകയാണ്. യുഎസിന്റെ ഈ നീക്കം വെറുമൊരു ശക്തി പ്രകടനം മാത്രമല്ല, മറിച്ച് ക്യൂബയിലെ നിലവിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കൃത്യമായ സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ് എന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെനിസ്വേലയിൽ US നടത്തിയ സൈനിക ഇടപെടലിലൂടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതിന് പിന്നാലെ ക്യൂബയാണ് USന്റെ അടുത്ത ലക്ഷ്യമെന്ന തരത്തിലുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്. അമേരിക്കൻ സൈന്യം ക്യൂബൻ തീരങ്ങൾക്ക് സമീപം തങ്ങളുടെ നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും പരസ്യമായി വിന്യസിച്ചുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പാണ് ഹവാനയ്ക്ക് നൽകുന്നത്. വിമാനങ്ങളുടെ സ്ഥാനം കാണിക്കുന്ന ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ തങ്ങളുടെ സാന്നിധ്യം മനഃപൂർവ്വം വെളിപ്പെടുത്തിക്കൊണ്ടാണ് US വ്യോമസേന ഈ മേഖലയിൽ പറക്കുന്നത്. ആകാശത്ത് തങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ക്യൂബയ്ക്ക് മേലുണ്ടെന്ന സന്ദേശം നൽകാൻ ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്ത് തന്നെയാണ് ഈ നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നത്. US നാവികസേനയുടെ P-8A പോസിഡോൺ നിരീക്ഷണ വിമാനങ്ങളും MQ-4C ട്രൈറ്റൺ ഡ്രോണുകളും ക്യൂബൻ തീരത്ത് നിന്ന് വെറും 50 മൈൽ ദൂരം മാത്രം അകലെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. വെനിസ്വേലയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധം ക്യൂബയെ ഇതിനകം തന്നെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ USന്റെ വൻ സന്നാഹത്തോടെയുള്ള സൈനിക വിന്യാസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അതിൻ്റെ പരകോടിയിൽ എത്തിയിരിക്കുന്നു. ഈ പുതിയ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് 30 വർഷം മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ക്യൂബൻ പ്രസിഡന്റും വിപ്ലവ നേതാവുമായ റൗൾ കാസ്ട്രോയ്ക്കെതിരെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറപ്പെടുവിച്ച ക്രിമിനൽ കുറ്റപത്രമാണ്. 94-കാരനായ റൗൾ കാസ്ട്രോയ്ക്കെതിരെ മിയാമിയിലെ ഫെഡറൽ കോടതിയാണ് കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 90കളുടെ മധ്യത്തിൽ ക്യൂബൻ അഭയാർത്ഥികളെ രക്ഷിക്കാൻ ഫ്ലോറിഡ കടലിടുക്കിൽ നിരീക്ഷണം നടത്തിയിരുന്ന ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ എന്ന പ്രവാസി സംഘടനയുടെ 2 ചെറിയ സിവിലിയൻ വിമാനങ്ങൾ ക്യൂബൻ വ്യോമസേനയുടെ MiG യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ്. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന റൗൾ കാസ്ട്രോയുടെ നേരിട്ടുള്ള ഉത്തരവനുസരിച്ചാണ് ആയുധമില്ലാത്ത ആ വിമാനങ്ങൾ തകർത്തതെന്നും അതിലൂടെ 4 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്നുമാണ് USന്റെ വാദം. അമേരിക്കൻ മണ്ണിൽ ക്യൂബൻ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാക്കൾക്കെതിരെ ഇത്തരമൊരു നിയമ നടപടി വരുന്നത് ഇതാദ്യമായാണ്. ഈ കുറ്റപത്രം വെറുമൊരു പ്രതീകാത്മക നടപടിയല്ലെന്നും റൗൾ കാസ്ട്രോയെ US കോടതിയിൽ ഹാജരാക്കാൻ സാധ്യമായ എല്ലാ വഴികളും നോക്കുമെന്നുമാണ് US അറ്റോർണി ജനറൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിൽ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ US സൈന്യം പിടികൂടി ന്യൂയോർക്കിലെ ഫെഡറൽ ജയിലിൽ അടച്ചതുപോലെയുള്ള ഒരു നീക്കം റൗൾ കാസ്ട്രോയ്ക്ക് നേരെയും ഉണ്ടാകുമോ എന്ന ആശങ്ക ക്യൂബയ്ക്കുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പ്രതികരിച്ചത്. അമേരിക്കൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെന്നും രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി സ്വയം രക്ഷയ്ക്കായി മാത്രമാണ് അന്ന് നടപടി സ്വീകരിച്ചതെന്നുമാണ് ക്യൂബ ഇപ്പോഴും വാദിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അതികഠിനമായ ഇന്ധന ഉപരോധം കാരണം ക്യൂബയുടെ ആഭ്യന്തര ജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. രാജ്യത്തെ പ്രധാന വൈദ്യുത നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡീസലും ഇന്ധനവും ഇല്ലാത്തതിനാൽ ദിവസവും 22 മണിക്കൂർ വരെ നീളുന്ന പവർ കട്ടുകളാണ് ജനങ്ങൾ നേരിടുന്നത്. ഭക്ഷണക്ഷാമവും ഇന്ധനക്ഷാമവും കാരണം കടുത്ത മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. മെക്സിക്കോ പോലെയുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗം എത്തുന്ന മാനുഷിക സഹായങ്ങളാണ് ഒരു പരിധിവരെയെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത്. ഈ പ്രതിസന്ധികൾക്ക് കാരണം ക്യൂബയുടെ സോഷ്യലിസ്റ്റ് ഭരണ പരാജയമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വാദിക്കുമ്പോൾ തങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള അമേരിക്കയുടെ തന്ത്രമാണിതെന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗേൽ ഡിയാസ് കാനൽ ആരോപിക്കുന്നു. ഇതിനിടയിലാണ് ക്യൂബ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും 300-ലധികം അത്യാധുനിക അറ്റാക്ക് ഡ്രോണുകൾ വാങ്ങിയെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കൻ മെയിൻലാൻഡ് അല്ലെങ്കിൽ ഗ്വാണ്ടനാമോ ബേസിലുള്ള US സൈനിക താവളം ആക്രമിക്കാൻ ക്യൂബ പദ്ധതിയിടുന്നുണ്ടെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ക്യൂബ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ലെന്നും എന്നാൽ ഒരു തരത്തിലുള്ള വിദേശ അധിനിവേശത്തെയും വെറുതെ വിടില്ലെന്നും ക്യൂബൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലേക്ക് വഴിമാറുമെന്നും അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ക്യൂബൻ അംബാസിഡറും
വ്യക്തമാക്കിയിട്ടുണ്ട്. കരീബിയൻ കടലിലേക്ക് USS നിമിറ്റ്സ് എന്ന ഭീമൻ വിമാനവാഹിനി കപ്പലും അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും പ്രവേശിച്ചതോടെ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനങ്ങളും ഡിസ്ട്രോയർ കപ്പലുകളും അടങ്ങുന്ന ഈ വ്യൂഹം ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് സജ്ജമാണെന്ന തരത്തിലാണ് US സദേൺ കമാൻഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ക്യൂബയിൽ നേരിട്ടുള്ള ഒരു സൈനിക ഇടപെടൽ ഉണ്ടാകില്ലെന്നും അവിടെ നിലവിൽ തന്നെ ഭരണകൂടത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ക്യൂബ ആഭ്യന്തരമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ ഒരു വലിയ സൈനിക നീക്കത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ വിലയിരുത്തൽ. എങ്കിലും കടലോര സുരക്ഷാ അക്കാദമിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഹവാനയുടെ തീരങ്ങളിൽ നിന്ന് നിയമലംഘകരെയും വിദേശ ശക്തികളെയും തുടച്ചു നീക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ക്യൂബൻ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ക്യൂബയുമായി മറ്റൊരു അനാവശ്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളും നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ട്രംപ് ഭരണകൂടം ക്യൂബയ്ക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സാധ്യതയില്ല. വെനിസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും തകർക്കുക എന്നത് USന്റെ പ്രഖ്യാപിത ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. ഉപരോധങ്ങളുടെ കടുത്ത പീഡനങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ ക്യൂബൻ ജനതയാണ് ഈ രണ്ട് വൻ ശക്തികളുടെ രാഷ്ട്രീയ വലിപ്പച്ചെറുപ്പ മത്സരങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ ബലിയാടാകുന്നത്. വരും ദിവസങ്ങളിൽ USന്റെ സൈനിക വിന്യാസവും റൗൾ കാസ്ട്രോയ്ക്കെതിരെയുള്ള നിയമ നടപടികളും കരീബിയൻ മേഖലയുടെ ഭാവി എങ്ങോട്ട് തിരിച്ചുവിടുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.